രാഷ്ട്രീയത്തിൽ പെണ്ണുങ്ങളുമായി ചാറ്റിംഗിൽ വിദഗ്ധനായ യുവരാഷ്ട്രീയ നേതാവിന്റെ പേര് പറയാതെ തൊലിയുരിച്ച് നടി റിനി ജോർജ്. യുവനേതാവിനെക്കുറിച്ച് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തോതിലാണ് ചർച്ചയായത്. പേര് പറയാതെ തന്നെയുള്ള യുവതിയുടെ ആരോപണം ആരിലേക്കാണെന്നത് വ്യക്തമാണ്. മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പുച്ഛിച്ചു നൽകിയ യുവനേതാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയും ചെയ്തു. യുവനേതാവിന്റെ ചാറ്റിംഗ് ശൈലികൾ തന്നെയാണ് സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ പലരും പരാതിപ്പെടാത്തത് തെളിവുകളുടെ അഭാവം മൂലമാണെന്നും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം മിടുക്കനാണെന്നും റിനി ആരോപിക്കുന്നു. ടെലഗ്രാം സീക്രട്ട് ചാറ്റ് വഴിയാണ് മെസ്സേജും വീഡിയോ കോളും ചെയ്യുന്നതെന്നും വീഡിയോ കോളിൽ മുഖം കാണിക്കാതെ ഇരുട്ടത്താണ് നിൽക്കുകയെന്നും റിനി വെളിപ്പെടുത്തി. ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പേരും പരാതിയുമായി വരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ്. അതായത് വളരെ രഹസ്യമായിട്ടാണ് ചാറ്റുകൾ. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല. വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ, അതായത് ഒരു ഇരുട്ടിന്റെ മറയിലാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തു വച്ചാൽ പോലും ഇത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് സ്ത്രീകളെ ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. ടെലഗ്രാം സീക്രട്ട് ചാറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തെളിവുകൾ വയ്ക്കാൻ കഴിയില്ല. വിവാഹ വാഗ്ദാനമൊന്നും ഈ വ്യക്തി നൽകുന്നില്ല. പക്ഷേ ചില ലാഞ്ചനകളാണ് ചിലപ്പോൾ നമ്മളെ കല്യാണം കഴിച്ചേക്കും എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്കൊരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റില്ല. തെളിവുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ വിദഗ്ധമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് പുള്ളിക്ക്. അതുകൊണ്ടായിരിക്കണം കുറെയൊക്കെ സ്ത്രീകൾ തുറന്നു പറയാത്തതിന് കാരണം. ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ആധികാരികമായി എന്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നൊരു പേടിയുണ്ട്. അതാണ് കുറെ സ്ത്രീകൾ ഇത് പറയാത്തതിന്റെ ഒരു കാരണം. സൗഹൃദം സ്ഥാപിച്ച് പിന്നെ മുറിയിലേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാം, ഒന്നിച്ചിരിക്കാം എന്നെല്ലാം പറഞ്ഞെത്തിക്കും. അയാളുടെ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ടെന്നും സ്ഥിരം കുറ്റവാളിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു. അവസാനം മെസ്സേജ് അയച്ചത് ഫെബ്രുവരിയിലാണെന്നും അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ടെന്നും റിനി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മെസ്സേജ് വന്നത് ഈ വർഷം ഫെബ്രുവരി സമയത്തായിരുന്നു. എങ്ങനെയെങ്കിലും പതിയെ പതിയെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് മെസ്സേജ്. പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക, സൗഹൃദത്തിൽ സംസാരിക്കുക, എപ്പോഴെങ്കിലും വരുമോ, കാണാം, നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു റിനിയുടെ വാക്കുകൾ. ആദ്യം ഇത്രയും പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട്. എന്നോട് മോശമായി പെരുമാറിയപ്പോൾ നേരിട്ടെന്നും റിനി പറഞ്ഞു. കേസുമായിട്ട് മുന്നോട്ടു പോയാലും സംഘടനയിൽ മുന്നോട്ടു പോലും ഒരു കാര്യവുമില്ലെന്നും സ്ത്രീകൾക്ക് നീതിയില്ലെന്നും അതാണ് എന്റെ വിഷയമെന്നും റിനി പറഞ്ഞു. എന്റെ ലൈഫ് ഡേഞ്ചർ ആയേക്കാം എന്നല്ലാതെ ഒരു നീതിയും കിട്ടില്ലെന്നും റിനി പറഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ താൻ പൊട്ടിത്തെറിച്ചെന്നും പിന്നീട് കുറച്ചു കാലത്തേക്ക് ശല്യമുണ്ടായിരുന്നില്ല, പിന്നീട് വീണ്ടും തുടങ്ങി. പല സ്ത്രീകൾക്കും ഇത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് രംഗത്ത് വന്നത്. ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് പറയാത്തത്. ആ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ ഏത് സ്ത്രീയെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഗിന്നസ് പക്രു നായകനായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ താരമാണ് റിനി. പേര് പറയുന്നില്ലേ എന്ന ചോദ്യം ഹൂ കെയേഴ്സ് എന്ന് മാത്രമായിരുന്നു റിനിയുടെ മറുപടി. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല എന്നും റിനി പറഞ്ഞു. ഏത് സംഘടനയാണെന്ന് പറഞ്ഞുകൂടെ എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്നാണ് ആറ്റിറ്റ്യൂഡ് എന്നും റിനി പറഞ്ഞു.